ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ജിൻഷാഗംഗ എഴുതിയിട്ടുള്ള ഒഡ എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയിട്ടാണ്. നിങ്ങളെല്ലാവരും ജിൻഷാഗയെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പുള്ളിക്കാരി ഒരു പുതിയ എഴുത്തുകാരിയാണ്. തൻ്റെ എഴുത്ത് ലോകത്ത് സ്വന്തമായൊരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു നല്ല എഴുത്തുകാരിയാണ്. ജിൻഷാഗയുടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വളരെ മനോഹരമായ 9 കഥകൾ അടങ്ങിയ ഒരു കഥാസമാഹാരത്തിൻ്റെ പുസ്തകമാണ് ഒഡ എന്ന് പറയുന്നത്. എന്താ പറയുക, ആ അതിലെ കഥകൾ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കുറേ കഥകളാണ്. നമുക്ക് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഒന്നുമല്ല, ഭയങ്കര സോഫ്റ്റായിട്ട് ഒരു ഗ്രാമത്തിലെ അന്തരീക്ഷത്തിലൂടെ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന തരത്തിലുള്ള കുറേ കഥകളാണ് അതിനകത്ത് പറയുന്നത്. എന്താ പറയുക, കുറേ സാധാരണ നാട്ടിൻപുറങ്ങളിലെ കുറേ മനുഷ്യന്മാരുടെ ജീവിതത്തെയാണ് അതിനകത്ത് ഏറെക്കുറെ ചിത്രീകരിച്ചെടുത്തിരിക്കുന്നവർ. അതുപോലെ അതിനകത്ത് നമുക്ക് ഭയങ്കര ട്വിസ്റ്റുള്ള സ്റ്റോറീസ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വായിച്ച് പോകുമ്പോൾ പെട്ടെന്ന് തീർന്ന പോലെ തോന്നുമെങ്കിലും പക്ഷെ അതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ അതിനകത്ത് പെട്ട് തിരിഞ്ഞൊരവസ്ഥയിലായിപ്പോവും. അത്രയും നല്ല കുറേ കഥകളാണ് അതിനകത്ത് പറയുന്നത്. ഇപ്പോൾ അതിൽ തീച്ചാമുണ്ടി എന്ന കഥ, തീച്ചാമുണ്ടി കിട്ടുന്ന രാമൻ പണിക്കരെ പറ്റിയുള്ള കഥയാണെങ്കിലും, അതുപോലെ തന്നെ ആനന്ദ് എന്ന് പറഞ്ഞ കഥാപാത്രം വരുന്ന ഉപ്പ് എന്ന് പറഞ്ഞ സ്റ്റോറിയൊക്കെയാണ്. അതൊക്കെ എനിക്ക് എന്നെ ഭയങ്കര ടച്ച് ചെയ്ത കുറേ സ്റ്റോറികളായിരുന്നു കേട്ടോ. അതൊക്കെ പ്രത്യേകിച്ച് ഉപ്പ് എന്ന് പറയുന്ന സ്റ്റോറി നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഒരുപാട് മനുഷ്യന്മാർ ചിലപ്പോൾ നേരിട്ടിട്ടുള്ളതോ അനുഭവിച്ചിട്ടുള്ളതായ കുറേ അനുഭവങ്ങളായിരിക്കും അതിനകത്ത് പറയുന്നത്. അത് നിങ്ങൾ വായിച്ച് നോക്കണം കേട്ടോ. വായിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ കഥയുടെ ഫീലിംഗ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു ഗ്രാമാന്തരീക്ഷത്തിലൂടെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ പോകുന്ന ഒരു 9 കഥകളുടെ നല്ലൊരു സമാഹാരമാണ്. ഭയങ്കര ഹാർഡായിട്ടുള്ള ലാംഗ്വേജ് എല്ലാം വായിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഫീലിംഗ്, നമുക്ക് ഭയങ്കര ഫീൽ ഗുഡ് എന്ന് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചെറിയ ചെറിയ നൊമ്പരങ്ങളൊക്കെ ഉയർത്തുന്ന രീതിയിലുള്ള കുറച്ച് കഥകളാണ് അതിനകത്ത് വരുന്നത്. എന്തായാലും വളരെ മികച്ച രീതിയിൽ തന്നെ എഴുതിയിട്ടുള്ള, തുടക്കക്കാർക്ക് പോലും വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന കഥയിലെ കഥാപാത്രങ്ങളുടെ ഫീലിങ്സ് അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു 9 കഥകളുടെ സമാഹാരമാണത്. പിന്നെ അതിനെപ്പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ബുക്കാണ് സംഭവം. ഇങ്ങനെ കുറേ ഭയങ്കര ഹാർഡായിട്ടുള്ള ലാംഗ്വേജ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹിത്യമോ അങ്ങനെയൊന്നും അല്ല. സാധാരണ തുടക്കക്കാർക്ക് പോലും വായിച്ച് മനസ്സിലാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന, നല്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പോലും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കുറച്ച് കഥകൾ. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അതിന് തുറന്നു കാട്ടുന്നത്. അല്ലാതെ കെട്ടിച്ചമച്ച കുറേ കഥകളെന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കത് വായിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള കുറേ മനുഷ്യന്മാർ ഓർമ്മ വരും. അത്തരത്തിലുള്ള കുറച്ച് കഥകളാണ് അതിനകത്ത്. അല്ലാതെ നമ്മൾ എവിടെയോ ഭാവനയിൽ കണ്ട കുറേ മനുഷ്യന്മാരുടെ കഥകളൊന്നുമല്ല. നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് മനുഷ്യ ജീവിത യാഥാർത്ഥ്യങ്ങളെ പറ്റിയിട്ട് പറയുന്ന കഥകളാണ്. നമ്മൾ ആ കഥയിൽ ചിലപ്പോൾ സ്റ്റക്കായി പോവും. പക്ഷെ നമ്മൾ അതിനകത്തോട്ട് ഓവർ ഇമോഷണൽ ആക്കാൻ പറ്റുന്ന ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇമോഷണലായി പോവുകയും ചെയ്യും. അത്തരത്തിലുള്ള നല്ല ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്കെല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ളൊരു കുഞ്ഞു പുസ്തകമാണ് ഒഡ എന്ന് പറയുന്നത്. എല്ലാവരും വായിച്ചു നോക്കുക. അതിലത്തെ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ ഹാർട്ടിനെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും. കാരണം അങ്ങനത്തെ അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ ചുറ്റും നോക്കിയാൽ കാണുന്ന കുറേ മനുഷ്യന്മാരുടെ കുറേ ജീവിതങ്ങൾ, അല്ലാതെ കെട്ടിച്ചമച്ച കുറേ കഥകളായിട്ടൊന്നും നമുക്ക് തോന്നില്ല. നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ നമ്മുടെ അയൽവക്കങ്ങളിലും നമ്മുടെ സൗഹൃദങ്ങളുടെ ഇടയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ മനുഷ്യന്മാരുടെ കുറേ ജീവിതാവസ്ഥകളെയാണ് അതിനകത്ത് ജിൻഷാഗ അവതരിപ്പിച്ചിട്ടുള്ളത്. സോ എല്ലാവരും വായിക്കുക. ജിൻഷയുടെ ഒടയിലെ കഥകൾ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മായില്ല. നമ്മളിങ്ങനെ മനസ്സിൽ ഓർത്ത് വയ്ക്കും. നമ്മൾ ചിലപ്പോൾ സങ്കടപ്പെടുക അത് ആലോചിച്ചിട്ട്. ഞാൻ അതുപോലെ കുറച്ച് നാളും ആ കഥകളൊക്കെ വായിച്ചിട്ട് സങ്കടപ്പെട്ട് നടന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് പറയുന്നത്, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മറന്നു പോകുന്ന കഥകളല്ല, അത് നമ്മുടെ ഉള്ളിൽ കുറച്ച് കാലം കൂടെ ജീവിച്ചിരിക്കുന്ന കുറേ നല്ല മൊമെൻറ്റ്സ് തരുന്ന, നമ്മളെ കുറച്ച് ഇമോഷണലാക്കുന്ന, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുഞ്ഞു 9 കഥകൾ അടങ്ങിയിട്ടുള്ള ജിൻഷാഗയുടെ ഒഡ എന്ന് പറയുന്ന പുസ്തകം എല്ലാവരും വായിച്ചു നോക്കുക. വളരെ മികച്ചൊരു പുസ്തകമാണ്. തുടക്കക്കാർക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലാംഗ്വേജും നല്ല രസകരമായി പോകുന്ന
കുറേ കഥകളുമായി മനുഷ്യജീവിതത്തിൻ്റെ കുറേ യാഥാർത്ഥ്യങ്ങളെ തുറന്ന് കാണിക്കുന്ന ഒരു കുഞ്ഞു പുസ്തകം. എല്ലാവരും വായിച്ചു നോക്കുക.